ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഫലൂദ കഥയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയ സമയത്ത് 25% ഓഫറിൽ എനിക്ക് ഫലൂദ മിക്സ് കിട്ടിയേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് പണ്ട് എനിക്ക് ഒട്ടും ഷുഗർ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഒരു മിഠായി കിട്ടിയാൽ പോലും ഞാൻ കഴിക്കില്ലായിരുന്നു. അത്രയ്ക്കും എനിക്ക് ഷുഗർ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ചായ കുടിക്കില്ല, ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഷുട്ടൂന് പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പ്രഗ്നൻസിയുടെ ക്രേവിങ് ആണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ടൈമിലൊക്കെ മധുരം കഴിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇനി എനിക്കിപ്പോൾ ജസ്റ്റേഷൻ ഡയബറ്റീസ് വരുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ ഈ ഷുഗർ ക്രേവിങ് മാറുമെന്ന്. ഇപ്പോൾ സാധാരണ ആൾക്കാരൊക്കെ ഷുഗർ കട്ട് ചെയ്ത് ഡയറ്റ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് എനിക്ക് ഷുഗറിനോട് താല്പര്യമേ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും എന്താ പറയുക, ബ്ലെസ്ഡ് ആയിരുന്നു ഞാൻ. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ടും എൻ്റെ ഷുഗർ ക്രേവിങ് മാറിയില്ല കേട്ടോ. ഇപ്പോഴും നല്ലപോലെ എനിക്ക് ഷുഗർ ക്രേവിങ് ഉണ്ട്. അപ്പോൾ അന്ന് ഷുഗർ ഇഷ്ടമില്ലാത്ത സമയത്തും അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എൻ്റെ ഫേവറേറ്റാണ് ഫലൂദ. അത് മാത്രമാണ് ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ റിലയൻസിൽ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഈ ഫലൂദ മിക്സ് കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. ഇതൊരു റോസ് ഫ്ലേവേർഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കളർ കണ്ടപ്പോൾ ഫസ്റ്റ് സ്ട്രോബെറി ആണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ പിന്നെയാണ് നോക്കിയപ്പം അത് റോസ് ഫ്ലേവേർഡാണ് കണ്ടത്. അപ്പോൾ നമുക്കിതിൽ എല്ലാ മിക്സിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. അതായത് സേമിയയുടെ സംഭവവും കസ്കസും പിന്നെ ഷുഗറും എല്ലാം ആ പാക്കറ്റിൽ തന്നെയുണ്ട്. നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഒരു 15 to 20 മിനിറ്റ്സ് എങ്കിലും ബോയിൽ ചെയ്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി വരും. ആക്ച്വലി ഇത് കണ്ടോ, ഇത് കുറച്ച് തിക്കായിപ്പോയി. ഇത്രയും ഒരു ക്രീമി ആക്കണ്ട, കാരണം നമ്മളിത് തണുത്ത് കഴിയുമ്പോൾ ഇത് പിന്നെയും കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് എടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഐസ്ക്രീമും വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നട്ട്സോ കോൺഫ്ലെക്സ് അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യൂ.